ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ. എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ശലഭം 2025 എന്ന പേരിൽ ആഞ്ഞിലങ്ങാടിയിലായിരുന്നു കലോത്സവം. ശലഭം 2025 എന്ന പേരിലാണ് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം എടപ്പറ്റ ആഞ്ഞിലങ്ങാടിയിൽ നടന്നത്. മുമ്പ് സാമൂഹികമായി ഏറെ അവഗണിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നവരാണ് ഭിന്നശേഷിക്കാരെന്നും എന്നാൽ ഇന്ന് വിവിധ മേഖലകളിൽ അവരുടെ സാന്നിധ്യം ഏറെ സജീവമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ പറഞ്ഞു. സമൂഹം അവരെ അവഹേളിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു. രണ്ട് കണ്ണും കാണാത്ത ആളുകളെ നമ്മൾ വിളിച്ചിരുന്നത് മറ്റൊരു പേരാണ്. കാത് കേൾക്കാത്തവനെയും സംസാരിക്കാനെയും കഴിയാത്തവനെയും നമ്മൾ വിളിച്ചിരുന്നത് മറ്റൊരു പേരാണ്. പക്ഷെ അങ്ങനെ പേര് വിളിച്ചാൽ അവർക്ക് ജയിൽ ശിക്ഷ കൊടുക്കാനുള്ള നിയമമാണ് RPWD ആക്ടിലുള്ളത്. സമൂഹത്തെ ചേർത്ത് നിർത്താൻ വേണ്ടി അവർക്ക് ഒരുപാട് അവകാശങ്ങൾ കൊടുത്ത ആക്റ്റാണ്. അതിൻ്റെ ഭാഗമായി രാജ്യത്ത് സ്പെഷ്യൽ സ്കൂളുകൾ വന്നു. അന്ധവിദ്യാലയം, ബദിര വിദ്യാലയം ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന സ്പെഷ്യൽ സ്കൂളുകളൊക്കെ വന്നത് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ രീതിയിലുള്ള വലിയൊരു മാറ്റമാണ് ഭിന്നശേഷി വിഭാഗത്തിൻ്റെ ആ പേര് തന്നെ മാറ്റുന്നത്. അങ്ങനെയാണ്, അവർക്ക് കഴിവുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സഫിയ വലിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ ഇ നാസർ, ടി റമത്ത, ചിത്ര പ്രഭാകരൻ, ഹസീന റാഫി, സരിത, ICDS സൂപ്പർവൈസർ സൈഫുനീസ, CDS ചെയർപേഴ്സൺ ഷീജ സുരേഷ്, ബിഡ്സ് സ്കൂൾ അധ്യാപിക ആസെ എന്നിവർ പ്രസംഗിച്ചു. ഭിന്നശേഷി കലോത്സവത്തിൽ വ്യത്യസ്ത പരിപാടികളുമായി നിരവധി പേർ പങ്കെടുത്തു.